ഹലോ മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളോട് എന്താണ് പറയണതെന്ന് ആക്ച്വലി മിസ്സിന് അറിയില്ല. കാരണം നിങ്ങളുടെ ഇപ്പം ഫിസിക്സ് എക്സാം കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല പോയത്. നമ്മൾ പഠിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. പാറ്റേൺ മാറി, ഡിഫിക്കൽട്ടി ലെവൽ മാറി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു എക്സാം ഇങ്ങനെ ആയി, ഇനി അടുത്ത എക്സാം അങ്ങനെയൊന്നും ആവില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ ബയോളജി പഠിച്ചു. ആൻഡ് ബയോളജിയിലും സുവോളജി നിങ്ങളെ കുഴപ്പിച്ചില്ല, പക്ഷേ ബോട്ടണി നമ്മളെ ചതിച്ചു അല്ലേ. അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മൾ എന്താണ് ഓരോ തവണ ഓരോ എക്സാം കഴിയുമ്പോഴും എൻ്റെ കുട്ടികളെല്ലാവരും ഒത്തിരി പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഓരോ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചത്. അതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും എല്ലാം ചെയ്തത്. നിങ്ങളെല്ലാവരും വളരെയധികം വിഷമത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വിചാരിച്ച പാറ്റേണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ അല്ല. അതിന് പകരം ഡിഫിക്കൽട്ടി ലെവൽ നല്ല കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു വിഷമത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് മിസ്സിന് അറിയാം. കാരണം നമ്മൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നാമത് നിങ്ങളുടെ പബ്ലിക് എക്സാം ആണ്, അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. ആൻഡ് അതൊന്നും പോരാതെ നല്ല ചൂടാണ്. ഈ ചൂടത്ത് നോമ്പ് പിടിച്ചിരിക്കുന്ന മക്കൾ വരെയുണ്ട്. അതൊക്കെ സഹിച്ചും അതൊക്കെ ഓവർകം ചെയ്താണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് പോയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് എക്സാം തന്നെ ടഫ് ആവുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ഹോപ്പ്ലെസ് ആയിട്ട് മാറി തന്നെയാണ് നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചത്. പക്ഷേ എന്നിട്ടും എൻ്റെ കുട്ടികൾക്ക് ഇപ്പം ഈ ഒരു കെമിസ്ട്രി എക്സാം ഇങ്ങനെ ആയപ്പോൾ നിങ്ങളെല്ലാവരും അല്ലേ, കഴിഞ്ഞ വർഷം നമ്മൾ +1 മാത്സ് എക്സാം നിങ്ങൾക്ക് ഇതേ രീതിയിലായപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എക്സാം ടഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാമിൻ്റെ പാറ്റേൺ മാറിക്കോട്ടെ, ഡിഫിക്കൽട്ടി ലെവൽ മാറിക്കോട്ടെ, പക്ഷെ അതിനൊരു സൂചന അല്ലേ, അത് നിങ്ങൾ മോഡൽ എക്സാംസിലൂടെയെങ്കിലും തരണം എന്നുള്ളൊരു കാര്യം നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കാരണം അങ്ങനെ മോഡൽ എക്സാം നമുക്ക് അത്യാവശ്യം ടഫായിട്ടാണ്, പാറ്റേൺ മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഈ തവണയും നിങ്ങളുടെ ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും മോഡൽ എക്സാം വളരെ ഈസി ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി ആദ്യം മുതൽ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളിതിൽ ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നം നമ്മൾ ടൈം ടേബിൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിന് ആകെ ഒരൊറ്റ ദിവസമാണ് പഠിക്കാൻ. ആൻഡ് ബയോളജിക്ക് നമുക്ക് ആകെ ഒരൊറ്റ ദിവസമാണ് സ്റ്റഡി ലീവ് ആയിട്ടുള്ളത്. ആൻഡ് കെമിസ്ട്രിക്ക് നമുക്ക് 2 ദിവസം കിട്ടി. ആൻഡ് ഈ 2 സബ്ജക്ട്സിലും നമുക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടും നമ്മൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ ഇനിയുള്ള എക്സാം ഇങ്ങനെ ആവില്ല, നമ്മൾ ഇങ്ങനെ ടഫ് ആയതുകൊണ്ട് നമ്മളും കുറച്ച് പാറ്റേൺ ഒക്കെ മാറി ചിന്തിച്ചു, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ നമ്മുടെ കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ നമുക്കതും നമ്മുടെ കയ്യിലെത്താത്ത രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് മാത്സിനാണ്. ശരിക്കും ഈ ഒരു ടൈം ടേബിളിൽ വെച്ച് തന്നെ എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഹോപ്പൊക്കെ പോയിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. കാരണം ഇത്രയും ദിവസം മാത്സിന് കൊടുക്കുന്നതിൽ ഓരോ ദിവസം ഫിസിക്സിനും ബയോളജിക്കും കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റഡി ലീവ് ഉണ്ടാവുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ കഴിഞ്ഞതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനി നമുക്കിപ്പം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയുള്ള നമ്മളുടെ മാത്സിൻ്റെ എക്സാം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി ഹോപ്പ് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ മിസ്സിന് അറിയാം. കാരണം നിങ്ങളോട് കാരണം നമ്മളിപ്പം എക്സാം പേപ്പർ ടഫാക്കണം എന്നാണ് ഉദ്ദേശം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തണം എന്നാണ് ഉദ്ദേശമെങ്കിൽ നല്ല കാര്യം. പക്ഷെ അത് ഈ ലാസ്റ്റ് മിനിറ്റിലല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം നിങ്ങളായിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ നിങ്ങളുടെ കൂടെ അല്ലേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഈസി ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവുക. നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും നിങ്ങൾക്ക് നല്ലപോലെ മാർക്സ് കിട്ടണം എന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെയല്ല, അതിന് പകരം ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനുള്ളതാണെങ്കിൽ അത് പക്ഷേ ചെയ്യേണ്ടത് ഇപ്പോഴല്ലായിരുന്നു. ആൻഡ് നിങ്ങളുടെ ഇപ്പോൾ +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, തുടക്കത്തിലേ തന്നെ ആ ഒരു സൂചന അല്ലേ, നിങ്ങളുടെ എക്സാം പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും, അങ്ങനെ ഒരു സർക്കുലറോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്റ്റഡി കാര്യങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ ടേം 1 ടേം 2 എക്സാംസിലായിക്കോട്ടെ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇതിപ്പോൾ ഒരു പ്രാക്ടീസും ഒന്നുമില്ലാതെ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ചിട്ടൊരു ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു റോഡിലൂടെ പോയിട്ട് ഇനി വണ്ടി സുഖമായിട്ട് ഓടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നടക്കാൻ പറ്റില്ല. നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള, നിങ്ങളോടാണ് മിസ് പറയുന്നത്, നിങ്ങൾ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മക്കളാണ്. നിങ്ങളിവിടെ ഹോപ്പ് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് നിങ്ങളുടെ കുറ്റമല്ല.
നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ 100% കൊടുത്ത് പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നമ്മളെ ചതിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മുടെ 100% എങ്കിലും നമ്മൾ കൊടുത്തല്ലോ എന്ന് ആശ്വസിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്സ് എക്സാം. ആ മാത്സ് എക്സാം എങ്ങനെയാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ഈ 3 എക്സാംസും നമ്മളെ കുഴപ്പിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇനിയുള്ള എക്സാം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ ഓരോ ദിവസത്തെ ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, ഓരോ ദിവസത്തെ നിങ്ങളുടെ നോട്ട്സ് ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും മോശം പേപ്പർ ആയിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യാനേ നമുക്കിപ്പോൾ വേറെ നിവൃത്തിയുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ അവസ്ഥ മിസ്സിന് അറിയാം. നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ്. നിങ്ങളുടെ +2 കഴിയുന്നതോടുകൂടി നിങ്ങൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ നിങ്ങൾ ഇറങ്ങുന്നത്. ആ ഒരു എക്സാമാണ് നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ളത്. ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇനിയെങ്കിലും നമുക്ക് എന്താണ് നമ്മുടെ മാത്സ് എക്സാം എങ്കിലും അങ്ങനെ ആകില്ല എന്ന് നമുക്ക് കരുതാം. ഇനി ആവുകയാണെങ്കിൽ തന്നെ അതിനെ നേരിടാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികളെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്മൾ ഇത് ഇങ്ങനെയായി എൻ്റെ അത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സെറ്റാണ്. ഈ ദിവസം തന്നെ എക്സാം നടക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോൾ ഡിഫിക്കൾട്ടാണോ ഈസി ആണോ എന്നുള്ളത് നമുക്ക് പേപ്പർ കിട്ടിയാലേ അറിയുള്ളൂ. ആൻഡ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ സമയം നഷ്ടം. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും ടഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. വരുന്നത് എന്തായാലും നമ്മൾ നേരിടുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിൽ തന്നെ പഠിക്കുക. ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും അല്ലേ, നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനാണ് നോക്കുന്നതെങ്കിൽ അത് ലാസ്റ്റ് മിനിറ്റിൽ ഉയർത്താതെ ആ ഒരു 8ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിൽ +1ലും +2ലും ഒക്കെ കുട്ടികളുടെ ആ ഒരു ലെവൽ കൂട്ടിക്കൊണ്ട് തന്നെ അവരെ കൊണ്ടുവരണം. അല്ലാതെ ഒറ്റ മിനിറ്റിൽ കൊണ്ടുപോയിട്ട് ഇതിലൂടെ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നടക്കില്ല. കാരണം 16-17 വയസ്സുള്ള ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികളാണ്. അപ്പോൾ അതൊരു ഡെവലപ്മെൻ്റ് ആണ് പഠന നിലവാരത്തിൽ ഉയർത്തുന്നതെങ്കിൽ അത് കുഞ്ഞു ക്ലാസ്സിൽ മുതൽ അറ്റ്ലീസ്റ്റ് അവരുടെ സ്കൂൾ ടൈം തുടങ്ങുന്ന സമയത്ത് ഓണപ്പരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും പിന്നെ അതിൻ്റെ ആ ഒരു ചാപ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മോഡലെങ്കിലും അറ്റ്ലീസ്റ്റ് മോഡൽ എക്സാമിലെങ്കിലും ഈ ഒരു സൂചന തന്നിട്ടുണ്ടാകണം എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മക്കൾ എന്തായാലും ഇനിയുള്ളൊരു എക്സാം, നിങ്ങൾക്ക് ഇനി മാത്സും ഉണ്ട്, ലാംഗ്വേജും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് അതുകൊണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഇനിയുള്ള എക്സാം നിങ്ങളുടെ ഇതൊരു വാശിയായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.